ഒരു വർഷത്തിനുള്ളിൽ എല്ലാ വീടുകളിലും കുടിവെള്ള ലഭ്യത ഉറപ്പാക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. കമ്പിളിക്കണ്ടം കുരിശുകുത്തി ഇഞ്ചത്തൊട്ടി റോഡിന്റെ ഒന്നാം ഘട്ട നിർമ്മാണ പൂർത്തീകരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. രണ്ടാം ഘട്ട നിർമ്മാണത്തിന് 50 ലക്ഷം രൂപ കൂടി അനുവദിക്കുന്നതായി മന്ത്രി യോഗത്തിൽ അറിയിച്ചു. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ എല്ലാ വീടുകളിലും കുടിവെള്ള ലഭ്യത ഉറപ്പാക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രസ്താവിച്ചു. ഇതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നതായി മന്ത്രി പറഞ്ഞു. കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ കമ്പിളിക്കണ്ടം കുരിശുകുത്തി ഇഞ്ചത്തൊട്ടി റോഡിന്റെ ഒന്നാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇവിടെ വരുന്ന സന്ദർഭങ്ങളിൽ ഈ പ്രദേശത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം ഈ റോഡ് തന്നെയായിരുന്നു. ചിന്നാർ മങ്കുവ ഇഞ്ചത്തൊട്ടി പനംകുട്ടി ഇല്ലേ, ഇങ്ങനെ കടന്നു പോകണം ആ റോഡും, അതോടൊപ്പം തന്നെ കമ്പിളിക്കണ്ടം കുരിശുകുത്തി ഇഞ്ചത്തൊട്ടി റോഡ്, ഈ റോഡും അതിൻ്റെ ആദ്യ ഭാഗം നമ്മൾ തുടങ്ങുന്ന ഭാഗം ഏതാണ്ട് 1.5 കോടി രൂപ മുടക്കി അതിൻ്റെ സൈഡ് വാളെല്ലാം കെട്ടി പ്രവർത്തനം തുടങ്ങി വെച്ചെങ്കിലും നമുക്ക് മതിയായൊരു ഫണ്ട് നമുക്ക് രൂപീകരിച്ചു കൊണ്ടുവരാൻ സാധിച്ചില്ല. പിന്നീട് നബാർഡിൻ്റെ സ്കീമിൽപ്പെടുത്താനായിട്ടുള്ള ശ്രമങ്ങൾ നടന്നെങ്കിലും ഇതിനെല്ലാം ചില കാലതാമസങ്ങൾ നേരിട്ട പശ്ചാത്തലത്തിലാണ് രവിചേട്ടനും ശ്രീ ഷാജി, പഞ്ചായത്ത് പ്രസിഡന്റും മൽക്കിയ ഉൾപ്പെടെ ഇവരെല്ലാവരും പല ഘട്ടങ്ങളിലായി ആവശ്യപ്പെട്ടപ്പോൾ, മാത്രമല്ല ഇവിടുത്തെ ജനങ്ങളോട് അങ്ങേയറ്റം നന്ദി പറയേണ്ടതുണ്ട്. നിലയിലുള്ള ശുദ്ധജല വിതരണം, എല്ലാ വീടുകളിലും വൈദ്യുതി, വിദ്യാർത്ഥികളുടെ പഠനത്തിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ, ആരോഗ്യരംഗത്ത് ഉയർന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ സാധിക്കുക, നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻ്റർ എന്ന കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് മാറി മെഡിക്കൽ കോളേജ് ഇന്ന് ഈ ഘട്ടത്തിൽ പോലും 50 പുതിയ ഡോക്ടർമാരുടെ പോസ്റ്റുകളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് 50 ലക്ഷം രൂപ കൂടി അനുവദിക്കുന്നതായും മന്ത്രി പറഞ്ഞു. റോഡ് നിർമ്മാണത്തിൽ പ്രദേശവാസികളുടെ സഹകരണം ലഭിച്ചതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റെനീഷ് യോഗത്തിൽ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് TP മൽക്ക, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മേരി ജോർജ്, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമംഗല വിജയൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.